കേരളത്തെ തകർക്കാൻ നടക്കുന്ന ചില കുലംകുത്തികളായിട്ടുള്ള മലയാളികളെക്കുറിച്ച് മന്ത്രി പി രാജീവ് തുറന്നു പറഞ്ഞു. സ്വന്തം അനുഭവമാണ്. ഈ നാടിനെ വികസിപ്പിക്കാൻ വ്യവസായങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അണ്ടർഗ്രൗണ്ടിലൂടെ ചെന്ന് എങ്ങനെയാണ് മലയാളി എന്ന പേരിൽ നടക്കുന്ന ഈ നാട് തകരണമെന്ന് ആഗ്രഹിക്കുന്ന ചില ബിരുദന്മാർ ചെയ്യുന്ന പ്രവർത്തനത്തെക്കുറിച്ചൊന്ന് കേട്ടെ. ഇവിടെ ചടങ്ങിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഇവിടെ കേരളത്തിൽ തുടങ്ങാൻ പോകുമ്പോൾ, ഇത് ഹൈദരാബാദാണ്, അപ്പോ മലയാളികൾ വന്നിട്ട് ചോദിച്ചു, അയ്യോ വെറുതെ എന്തിനാ അവിടെ പോയി ചാടണേ? വേറെ ആരും ചോദിച്ചില്ല, മലയാളികളാണ്. ദുബായിൽ ചെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ കേരളത്തിൽ തുടങ്ങാൻ പോകണം. അപ്പോഴേക്കും കുറച്ച് മലയാളികൾ വന്നു, അയ്യോ അവിടെ ഒന്നും പോയിട്ടൊരു കാര്യമില്ല, അവിടെ സമരം കൊടികുത്തലാണ്, വലിയ പ്രശ്നമായിരിക്കും, നിങ്ങൾ വെറുതെ അപകടത്തിൽ ചാടണ്ട. ഇങ്ങനെ സ്വന്തം നാടിനെ സ്നേഹിക്കുന്ന ആളുകൾ അധികം ഉണ്ടാവില്ല എന്ന് അദ്ദേഹം ആ മീറ്റിംഗ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കവെയാണ് മന്ത്രി പി രാജീവ് ഇക്കാര്യം തുറന്നു പറഞ്ഞത്. കേരളത്തിൽ നിക്ഷേപം നടത്താൻ താല്പര്യമുണ്ടെന്ന് പറയുന്ന പ്രധാനപ്പെട്ട നിക്ഷേപകരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ചിലർ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അവർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമതെന്ന് പറഞ്ഞപ്പോൾ വല്ലാതെ വിറളി പിടിച്ച് അതിനെതിരെ ഡീഗ്രേഡ് ചെയ്തവരാണ്. അത് വ്യാജമാണെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതാണ്. എന്തിനേറെ പറയുന്നു, കേന്ദ്രമന്ത്രിയെ കൊണ്ടുവരെ ഒരു വാചകം കോല് വായിൽ തിരികെ പറയിച്ചതിന് ശേഷം അത് വെച്ചിട്ട് കേരളത്തെ ലോകത്തിന്റെ മുന്നിൽ അപമാനിക്കാൻ ശ്രമിച്ചവരാണ്. അതിനെക്കുറിച്ച് മന്ത്രി വളരെ വിഷമത്തോടു കൂടിയാണ് ഒരു പൊതുവേദിയിൽ ഇങ്ങനെ തുറന്നു പറഞ്ഞത്. കൃഷ്ണയിള പത്മഭൂഷൺ അദ്ദേഹം അങ്കമാലിയിൽ കല്ലിടുന്ന ചടങ്ങിൽ രണ്ട് കാര്യം പറഞ്ഞു. ഒരു കാര്യം, നിങ്ങളുടെ CIA കോൺഫറൻസിന് അദ്ദേഹത്തിൻ്റെ വൈഫ് സൗത്ത് ഇന്ത്യൻ അന്ന് തിരുവനന്തപുരത്ത് നടക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഡിന്നർ മീറ്റിംഗ് കാണുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചല്ല, നമുക്ക് എന്തെങ്കിലും തുടങ്ങണ്ടേ, ആലോചിക്കാം എന്ന് പറഞ്ഞു. ദാവോസിൽ അദ്ദേഹത്തിൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു, ഏകദേശം ധാരണയായി. IKGS-ൽ EOE വെച്ചു, ഇപ്പൊ കല്ലിട്ടു. അദ്ദേഹം തന്നെ പറഞ്ഞു, എനിക്ക് 7 ദിവസം കൊണ്ട് ഓൺലൈനിൽ തന്നെ എല്ലാം കിട്ടി, പ്രത്യേകമൊന്നും വേണ്ടി വന്നില്ല. ഇവിടെ ചടങ്ങിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഇവിടെ കേരളത്തിൽ തുടങ്ങാൻ പോകുമ്പോൾ, ഇത് ഹൈദരാബാദാണ്, അപ്പോ മലയാളികൾ വന്നിട്ട് ചോദിച്ചു, അയ്യോ വെറുതെ എന്തിനാ അവിടെ പോയി ചാടണേ? വേറെ ആരും ചോദിച്ചില്ല, മലയാളികളാണ്. ദുബായിൽ ചെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ കേരളത്തിൽ തുടങ്ങാൻ പോകണം. അപ്പോഴേക്കും കുറച്ച് മലയാളികൾ വന്നു, അയ്യോ അവിടെ ഒന്നും പോയിട്ടൊരു കാര്യമില്ല, അവിടെ സമരം കൊടികുത്തലാണ്, വലിയ പ്രശ്നമായിരിക്കും, നിങ്ങൾ വെറുതെ അപകടത്തിൽ ചാടണ്ട. ഇങ്ങനെ സ്വന്തം നാടിനെ സ്നേഹിക്കുന്ന ആളുകൾ അധികം ഉണ്ടാവില്ല എന്ന് അദ്ദേഹം ആ മീറ്റിംഗ് പറഞ്ഞു. ഇതുപോലെ തന്നെ ഞാനൊരു ഇംഗ്ലീഷ് ചാനലിന് ഒരു പോഡ്കാസ്റ്റ് കൊടുത്തു കുറച്ച് നേരത്തെ. അപ്പോൾ വലിയ അഭിപ്രായമായിരുന്നു, പൊതുവെ നല്ല പോഡ്കാസ്റ്റിംഗ് ആണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എന്നോട് ചോദിച്ചു, അല്ല നിങ്ങൾ ദാവോസ് കൊടുത്താണ്, എക്കണോമിക് പ്ലാറ്റ്ഫോമാണ്, നിങ്ങളുടെ മലയാളികളോളം നാടിനെ സ്നേഹിക്കുന്ന ആളുകൾ അധികം ഇല്ല കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു, എന്തോ വരണം തന്നെ എനിക്ക് മനസ്സിലായി, എന്താ കാര്യമല്ല. കമന്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ലോകത്തുള്ള എല്ലാവരും നിങ്ങളുടെ നേട്ടങ്ങൾ അഭിനന്ദിക്കുന്നുണ്ട്. അതിനടിയിൽ ഒന്ന് മലയാളി പറയും ഞാൻ കേരളത്തിൽ നിന്നാണ് പറഞ്ഞിട്ട് ഇതൊന്നും ഇവിടെ ഇല്ലാട്ടോ എന്ന് അതിനടിയിൽ കൊണ്ടെഴുതും. ഇങ്ങനെ സവിശേഷ ജനിതക ഘടനയുള്ള ഒരു വിഭാഗം നമുക്കിടയിലുണ്ട് എന്നതാണ് ഇപ്പോഴും ഉള്ള ഒരു പ്രശ്നം. ബാക്കിയെല്ലാം ക്ലിയറായി. കേരളത്തിലെ പ്രധാന മാധ്യമം ഒരു റൗണ്ട് ടേബിളിന് വിളിച്ചു. വിവേകുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പം എന്നോട് ആദ്യം സംസാരിക്കാൻ ഞാൻ അവസാനം സംസാരിക്കാം. അപ്പം എല്ലാവരും ചർച്ച കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു കാര്യമാണ്, എല്ലാവരും മാറി, ഞങ്ങൾ നന്നായി മാറി, നാട് പൊതുവെ മാറി, ഇനി നിങ്ങൾ കൂടി കുറച്ച് മാറിയാൽ ഈ മാധ്യമം കുറെ കൂടി നാട് നന്നാവും. ദേശീയ തലത്തിൽ പോലും കേരളത്തെ ഷോക്കോസ് ചെയ്യുന്ന വീഡിയോകൾക്കിടയിൽ പോലും നമുക്കെതിരെ ചിലർ സംസാരിക്കുന്നുണ്ട്. മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും പോയി ഇവർ കമന്റ് ഇടുന്നു. നോക്കണേ യഥാർത്ഥ ദേശദ്രോഹികൾ ആരാണെന്ന്. ഇവിടെ ഇരുന്ന് വലിയ വായിൽ രാജ്യസ്നേഹം പറയുകയും എന്നാൽ മറ്റിടങ്ങളിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താണെന്ന് കൃത്യമായിട്ട് ആ പ്രതികരണം തെളിയിക്കുന്നുണ്ട്. പക്ഷേ ഇവരൊന്നും വിചാരിച്ചാലും കേരളത്തിന്റെ മുന്നോട്ട് പോക്കിനെ തടയാൻ കഴിയില്ല. ഇവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇവിടെ നിക്ഷേപം വരരുത്, കേരളം തകരണം, ഈ നാട് മോശമാണെന്ന് മറ്റിടങ്ങളിൽ ചെന്നിരുന്ന് പ്രചരിപ്പിക്കണം.
അങ്ങനെയും ചില മലയാളികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് മന്ത്രിയുടെ വാക്കുകളിലൂടെ പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഈ ഡിഗ്രേഡ് മൊയന്തുകൾ ഇത്രയും ശ്രമിച്ചിട്ട് പോലും കേരള ഗ്ലോബൽ സബ്മിറ്റിൽ 1.96 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം കണ്ടെത്താൻ കേരളത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. നിങ്ങൾ നിങ്ങളുടെ പണിയെടുത്തോളൂ, പക്ഷേ അതിനെയും മറികടന്ന് നമ്മൾ മുന്നോട്ട് പോകുമെന്നുള്ള ഇച്ഛാശക്തിയാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ നവകേരളം എന്നുള്ള പുതിയ സൃഷ്ടിയിലേക്ക് ഈ നാടിനെ നടത്തിച്ചത് എന്നതിൻ്റെ യാഥാർത്ഥ്യം കൂടിയാണ് മന്ത്രി പി രാജീവിന്റെ വാക്കുകളെന്ന് പറയാതിരിക്കാൻ തരമില്ല.